നട്ടുച്ച സമയത്ത് ഇത്രയും വെയിലും ചൂടുള്ളപ്പോൾ ഞാൻ നിങ്ങളെ ചെറുതായിട്ടൊന്ന് കൊതിപ്പിക്കട്ടെ. ഈ ചെക്ക മിക്കവാറും നാട്ടുകാരുടെ കംപ്ലീറ്റ് അടി എനിക്ക് മേടിച്ചിരുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. ദേണ്ട കാട്ടിനുള്ളിൽ നടന്നു പോകുന്നതിനിടയ്ക്ക് 2 ഫോണെന്നാണെങ്കിൽ ആ 2 ഫോൺ എന്റെ തന്നെയാണ്. ഞാൻ അവിടെ നിന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. ദേണ്ടമ്മേ ചക്ക നല്ല പഴുത്ത് തുടുത്ത് നിൽക്കണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നതായിരുന്നു ഇവൻ. ചക്കയെന്ന് കേട്ടത് സ്വർണ്ണമടൽ കിട്ടിയ സന്തോഷത്തിലാണ് ഞാനും അങ്ങോട്ട് പോയത്. ഈ നിൽക്കുന്ന കുരുപ്പ് എന്നെ ചതിച്ച് ഗൈസ്. ഇവൻ എന്നോട് പറഞ്ഞത് പഴുത്തിരിക്കുവാണെന്ന്, പക്ഷെ പച്ചയായിരുന്നു. ഈ ചക്കയുടെ ഇത് കണ്ടിട്ട് ഇവൻ വിചാരിച്ചത് പഴുത്ത് പൊട്ടി നിൽക്കുകയാണെന്ന്. ഇത് വേറെ ആരണ്ട് തുറന്ന് നോക്കിയതാണ്. ഏത് തുരപ്പനലിയാണോ എന്തെങ്കിലും തുറന്ന് നോക്കിയത്. പച്ചയായിരുന്നു കേട്ടാ, പച്ച. നിങ്ങളെ കൊതിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അവസാനം കൊതി പിടിച്ചത് ഞാനായിപ്പോയി. ചക്ക വിട്ട് പഴുത്തതുമില്ല. പോട്ടെ, ഇനിയിപ്പോൾ നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കാം. ഇന്ന് വീട്ടിൽ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ കുക്കിംഗ് പരിപാടികളെല്ലാം ഇന്ന് എനിക്കാണ് കേട്ടോ. എന്ന് വെച്ച് വലിയ പരിപാടികളൊന്നും ഇല്ല, തട്ടിക്കൂട്ട് മാത്രം. ആദ്യത്തെ പരിപാടി കുറച്ച് പാത്രങ്ങളുണ്ട്, അതെല്ലാം നന്നായിട്ടൊന്ന് കഴുകി ഇങ്ങോട്ട് വെക്കാമേ. ഈ വാഷ് ബേസിൽ പാത്രം കിടക്കുന്ന കണ്ട എനിക്ക് സത്യം പറഞ്ഞാൽ തലയ്ക്ക് പ്രാന്ത് പിടിക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ എന്റെ വീട്ടിൽ അമ്മയെ വല്ലാണ്ട് അങ്ങ് സ്മരിച്ചു പോകുന്നത് കേട്ടോ. അമ്മയുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പാടുമില്ല, കൈ കഴുകി വന്നിരുന്നാൽ മാത്രം മതി. ഇന്ന് കറി ഉണ്ടാക്കാൻ മീനൊന്നും ഇല്ല. അതുകൊണ്ട് ഇന്നാളെ എടുത്തതിന്റെ ബാക്കി കോളിഫ്ലവർ ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ അതിനെ എടുത്തിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ എന്ത് ചെയ്യണോന്ന് നോക്കിക്കൊണ്ട് ചെയ്തിട്ട് വന്നിപ്പുണ്ട്. അവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോളിഫ്ലവർ നുറുക്കി തുടങ്ങിയപ്പോൾ തന്നെ ആദ്യത്തെ ഒരു പീസ് എന്റെ കയ്യിൽ നിന്ന് ചാടി താഴോട്ട് പോയിട്ടുണ്ട്. അതെടുക്കാനായിട്ട് ചെയ്തോട്ട് ഇതേ പുറകെ ചാടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഇടികലയിൽ കുറച്ച് കാന്താരമുളക് ഇട്ട് നന്നായിട്ട് ചതക്കണം. കൂടെ കുറച്ച് കൊച്ചുള്ളികൾ ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണേ. ഇതിനിടയ്ക്ക് ചെയ്തോട്ടി ഓടി വന്ന് എന്റെ മടി കയറി ഇരിപ്പുണ്ടേ സ്നേഹ പ്രകടനമായിട്ട്. എനിക്ക് കോളിഫ്ലവറിന്റെ മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാവുമ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല. എണ്ണ ചൂടാകുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കൂടെ കുറച്ച് കറിവേപ്പിലും ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. കറിവേപ്പില പിച്ചാനായിട്ട് പറമ്പിലേക്ക് ഓടുന്നവര് സ്വന്തം പറമ്പിൽ നിന്ന് മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നുറുക്കി കഴുകി വെച്ചേക്കുന്ന കോളിഫ്ലവറും തട്ടി അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, മുളക് പൊടി ഉണ്ട് കേട്ടോ, മഞ്ഞൾപ്പൊടിയും ഉപ്പും കൊണ്ടിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. അതൊന്ന് വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് വെല്ല് ചെയ്ത് അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. എനിക്ക് വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ മെഴുക്കുവരട്ടി ഉണ്ടാക്കി എടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടമേ. ഇനി എന്റെ മക്കൾക്ക് ഈ മെഴുക്കുവരട്ടി എന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചോറെന്ന് പറഞ്ഞ സാധനം തുടത്തോരില്ല കേട്ടോ. അതുകൊണ്ട് ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് സവാള അങ്ങോട്ട് അരിഞ്ഞെടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. പിള്ളേർക്ക് കൊടുക്കാനായതുകൊണ്ട് ഞാൻ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. അതിന് പകരം ഞാനൊരു തക്കാളി ഇട്ടായിരുന്നു. അച്ഛൻ ചോറ് കഴിക്കാൻ വരാൻ സമയമായതുകൊണ്ട് എന്നാ പിന്നെ അച്ഛനും കൂടെ ചേർത്ത് 2 മുട്ട ഒരുമിച്ച് ഓംലെറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിലെ പിള്ളേർക്ക് ഒരു പിടി ചോറ് ഒന്ന് കഴിക്കാൻ കൊടുക്കണമെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാടാണല്ലേ. ഞങ്ങളൊക്കെ കുഞ്ഞായിരുന്നപ്പോ ഭക്ഷണം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നത്തെ പിള്ളേർക്ക് ഭക്ഷണം ഉണ്ടെങ്കിലും കഴിക്കാൻ വയ്യാത്തതിന്റെ ബുദ്ധിമുട്ടാണ്. ഇതിനിടയ്ക്ക് മോൻ എന്നോട് ഒരു കൊറിയർ വന്നിട്ടുണ്ടമ്മേന്ന് പറഞ്ഞപ്പോ അത് ഇതുപോലത്തെ ഒരു കൊറിയർ ആയിരിക്കും എന്ന് വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് ദേണ്ടിരിക്കുന്ന 2 കഷ്ണം മീൻ വറക്കാനായിട്ട്. എന്നാ പിന്നെ അതങ്ങോട്ട് വറുത്ത് പിള്ളേർക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. എന്റെ ഫ്രൈങ് പാനിന്റെ വലിപ്പം കണ്ടിട്ട് ആരും ഞെട്ടരുത്. ഇത് അമ്മ കടുക് തളിക്കാൻ വേണ്ടി മേടിച്ചതാണേ. അങ്ങനെ എന്റെ തട്ടിക്കൂട്ടിലെ കുക്കിംഗ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ഗ്യാസ് സ്റ്റവും കിച്ചണും എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടല്ലേ. വെറുതെ എന്തിനമ്മയെ കൊണ്ട് ഡിക്ഷണറി തുറപ്പിക്കുന്നു അല്ലേ. അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.